ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ചിക്കൻ ഇപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാലയൊക്കെ നമ്മൾ ഇന്നലെ പുരട്ടി വെച്ച മസാലയാണ് ഇത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി ഉണ്ടാക്കിയാണ് നമ്മൾ. അപ്പം മന്തി ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മന്തി ഉണ്ടാക്കി തുടങ്ങി ഏകദേശം. ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇന്നലെ ഒരു വൈകുന്നേരമായപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് മസാലയൊക്കെ പുരട്ടി ഒരു ദിവസം വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ എടുത്ത്. അതുകൊണ്ട് ചിക്കൻ എടുത്ത് ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഫ്രൈ ചെയ്യണ ഇങ്ങനെ കാട്ടിത്തരാം. അതുണ്ടാക്കണതിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മന്തി ഉണ്ടാക്കി പകുതി ആയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ഇത്. ഇപ്പോൾ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. നമ്മ ഇതിനകത്ത് ചേർത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തേക്കണ മസാല എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മല്ലിയില, പുതിന ഇട്ടിട്ടില്ലല്ല, മല്ലിയില, ക്യാപ്സിക്കം, മന്തി മസാല, പിന്നെ എന്തൊക്കെയായിരുന്നു മറന്നതല്ലേ, മാഗി ക്യൂബ്, പിന്നെന്താണ് നല്ല ജീരകം 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് കുറച്ചിട്ടുള്ളൂ, അധികം കുരുമുളക് ചേർത്തില്ല. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് ചതച്ചതും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്, സൺഫ്ലവർ ഓയിൽ, പിന്നെ നാരങ്ങ പറഞ്ഞ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇത്തിരി ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി ചേർത്തേക്കണതാണ്, അല്ലാണ്ട് അധികമൊന്നും ഫുഡ് കളർ ഉണ്ടാ നല്ലതല്ല. നമ്മിനി ചോറിലോ തിളപ്പിക്കാനിട്ടേക്കണ വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. തിളപ്പിക്കാനിട്ടേക്കണ വെള്ളത്തിൽ പട്ട, സൺഫ്ലവർ ഓയിൽ, ഉണക്ക നാരങ്ങ ഇതെല്ലാം ഇട്ട് കൊടുത്ത് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ. അത് ഇനി ആ അരി ഒന്ന് വെന്ത് വരണം. അപ്പം അരി വെന്ത് വന്ന് ബിരിയാണി പോട്ടിലോട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ പീസുകൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഓരോ ലെയറിലും ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ മസാല ഇത്തിരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, വെള്ളം, പിന്നെ ഇത്തിരി റെഡ് ഫുഡ് കളറ് നമ്മൾ ചേർക്കേണ്ടി. ഇതെല്ലാം ഓരോ ലെയറിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് നമ്മുടെ ആ ചോറിന് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ലെയർ വെച്ചോണ്ടിരിക്കണം. ഞങ്ങളിവിടെ ഒരു 8 പീസാക്കിയാണ് എടുത്തേക്കണം. പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ആണിപ്പോൾ ഞങ്ങൾ എടുത്തേക്കണത്. പക്ഷേ നീല പച്ചമുളക് എടുക്കണമായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെച്ച് തുടങ്ങി കേട്ടോ. ഇപ്പോൾ ചെറിയ പീസാണ്, വലിയ പീസാക്കിയല്ല ഞങ്ങൾ വെച്ചത്. അടുത്തായിട്ട് നമ്മൾ ബിരിയാണി പോട്ടിലോട്ട് ചൂട് കനലെടുത്ത് ഇറക്കി വെക്കാനായിട്ട് വേണം. അപ്പോൾ ഈ കനലെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു തുണിയോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മാത്രമാണ് ആ സ്റ്റീൽ പാത്രം പിടിച്ച് കനൽ അതിനകത്തോട്ട് ഇടാൻ പാടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കൈ പൊള്ളും. സ്റ്റീൽ പാത്രം ആയതുകൊണ്ടിട്ട് സ്റ്റീൽ പാത്രം പെട്ടെന്ന് ചൂടായി വന്നതാണ്. അപ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വെക്കുമ്പോൾ അത് മറിഞ്ഞു പോകാണ്ടൊക്കെ ഇരിക്കാനൊക്കെ നോക്കണം. പിന്നെ ഇത് അടച്ചു വെക്കുമ്പോൾ വല്ല എന്തെങ്കിലും ഭാരമുള്ള എന്തെങ്കിലും മുകളിലോട്ട് കയറ്റി വെക്കണം. അല്ലെങ്കിൽ മൈദപ്പൊടി അങ്ങനെ എന്തെങ്കിലും സൈഡിൽ വെക്കണം. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, നമ്മൾ കൈ വെച്ച് അമർത്തി പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മന്തി റെഡിയാകുന്നുണ്ട്. ഇതിൻ്റെ കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.